സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും വരുന്നു. 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട്. കാസർഗോഡ് ജില്ലയിലെ ഉപ്പള സ്റ്റേഷനിലെ ജലനിരപ്പ് മുന്നറിയിപ്പ് സൂചികയും കടന്ന് പരിധി കവിഞ്ഞതിനാൽ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണനും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് റിപ്പോർട്ടേഴ്സും ചേരും. ആദ്യം ഹരികൃഷ്ണനിലേക്കാണ്. ഹരി, ഏറ്റവും ഒടുവിൽ വരുന്ന മഴ മുന്നറിയിപ്പ് എങ്ങനെ, ഏത് നിലയ്ക്കാണ് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത്? ഗോകുൽ, സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ഏറ്റവും ഒടുവിൽ വന്ന മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിൽ, അതായത് തിരുവനന്തപുരം മുതലുള്ള ഇങ്ങോട്ടുള്ള ജില്ലകളിൽ, തിരുവനന്തപുരം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെയും ഇത്തരത്തിൽ മഴ ലഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുമാത്രമല്ല, ഈ 11 ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേപോലെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടായിരുന്നു. അതിന്നും തുടരുകയാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ സ്വാധീന ഫലമായാണ് ഇത്തരത്തിൽ മഴ ലഭിക്കുന്നത് എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതുകൂടാതെ ഈ ഗുജറാത്ത് തീരത്ത് രൂപം കൊണ്ട ന്യൂനമർദ്ദം അത് അസ്ന ചുഴലിക്കാറ്റായി മാറി ഈ അറബിക്കടലിൽ പ്രവേശിച്ച് ഒമാൻ ഭാഗത്തേക്ക് നീങ്ങുന്നു എന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതിന്റെ സ്വാധീന ഫലമായും ഈ കേരളത്തിൽ പരക്കെ മഴ ലഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇടിമിന്നലിനുള്ള സാധ്യത, അതേപോലെ തന്നെ കാറ്റിനുള്ള സാധ്യതയൊക്കെ കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ വയനാട് ജില്ലയിൽ, ഈ മണ്ണിടിച്ചിൽ പ്രദേശമായിട്ടുള്ള ജില്ലകളിലൊക്കെ, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മാറി താമസിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നുണ്ട്. അതേപോലെ ഈ വെള്ളം പൊങ്ങാനുള്ള സാധ്യത, അതായത് അണക്കെട്ടിന്റെ തീരങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള നദീതീരത്ത് ഇത്തരത്തിൽ ജലത്തിന്റെ നിരപ്പ് അത് കൂടിയതിനാൽ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അവിടെ താമസിക്കുന്നവർ, അതിന്റെ തീരത്ത് താമസിക്കുന്നവരൊക്കെ മാറി താമസിക്കണമെന്ന് ഇന്നലെ തന്നെ മുന്നറിയിപ്പ് വന്നിട്ടുള്ളതാണ്. ഏതായാലും ഇന്ന് സംസ്ഥാനത്ത് കനത്ത മഴ ലഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഈ 11 ജില്ലകളിൽ, സംസ്ഥാനത്തെ 11 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി തിരുവനന്തപുരം ജില്ലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല. പക്ഷേ പുലർച്ചെ മുതൽ ഈ തരത്തിൽ മലയോര മേഖലകളിലും അതേപോലെ തന്നെ തീരദേശത്തുമൊക്കെ മഴ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. പോകും. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് സംസ്ഥാനത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്കാണ്. വിഷ്ണു സുരേഷ് ഉണ്ട്. വിഷ്ണു, ഇന്നലെ വൈകുന്നേരം മുതൽ, അല്ലെങ്കിൽ ഇന്നലെ പകൽ മുഴുവൻ കൊച്ചിയിൽ നല്ല മഴയായിരുന്നു. ഇപ്പോൾ പുലർച്ചെ തുടങ്ങിയ മഴ ഇപ്പോഴും അതിശക്തമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൊച്ചിയിലെ മേഖലകളിൽ എങ്ങനെയാണ് മഴയുടെ സാഹചര്യം? വെള്ളക്കെട്ടോ മറ്റ് പ്രശ്നങ്ങളോ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഗൂഗിൾ, ഇന്ന് പുലർച്ചെ കഴിഞ്ഞ 2 മണിക്കൂറായി തുള്ളിക്കൊരുവിടുന്ന രീതിയിലാണ് കൊച്ചിയിൽ മഴ ശക്തമാകുന്നത്. അത് യെല്ലോ അലർട്ടാണ് എറണാകുളത്തെങ്കിലും ഒരു ഓറഞ്ച് അലർട്ടിൻ്റെയൊക്കെ പ്രതിനിധി ചെലുത്തുന്ന മഴയാണ് നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഒരിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടില്ല. കഴിഞ്ഞ മഴകളിൽ ഒന്നും തന്നെ കൊച്ചിയിൽ അത്ര ആദ്യ മഴയ്ക്ക്, വേനൽ മഴയ്ക്ക് വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ പിന്നോടിങ്ങോട്ട് കാര്യമായ വെള്ളക്കെട്ടുകൾ ഒരിടത്തും ഉണ്ടായിട്ടില്ല. എടപ്പള്ളി ഉൾപ്പെടെ ആ റോഡ് പണി നടക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ഒരല്പം പ്രതിസന്ധിയുള്ളത്. മറ്റ് മേഖലകളിൽ അങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല. ഇനി മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രതിസന്ധിക്കുള്ള സാഹചര്യം കൂടുതലായിരിക്കും. ഒപ്പം ഈ തീരദേശത്തുള്ള ആശങ്കയുമുണ്ട്. പ്രത്യേകിച്ച് കണ്ണമാലി, എടവനക്കാട് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ തീരദേശത്ത് കടൽ കയറാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ കടലുകയറ്റം ഉണ്ടാകുകയും വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുകയും ചെയ്തിരുന്നു. അത് ഒരുപക്ഷെ ഈ വരും ദിവസങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരോടെല്ലാം ജാഗ്രത പുലർത്തണമെന്നും ആവശ്യമെങ്കിൽ ആ മേഖലകളിൽ ക്യാമ്പ് തുറക്കണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം എറണാകുളത്തിൻ്റെ മലയോര മേഖലകളിൽ, പ്രത്യേകിച്ച് കോതമംഗലം, കുട്ടമ്പുഴ പോലുള്ള ആ മേഖലകളിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പെരിയാറിൻ്റെ തീരത്തുള്ള ആളുകളും ശ്രദ്ധ പുലർത്തണം. അനാവശ്യമായ ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് കർശന നിർദ്ദേശം
നൽകിയിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലേക്ക് അത്തരം സാഹചര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വെള്ളം അപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളുണ്ട്. എറണാകുളത്തിന് പല മേഖലകളിലെ പ്രദേശങ്ങളിലൊക്കെ താഴ്ന്ന മേഖലകളാണ്. അവിടെ വെള്ളം ഇരച്ചെത്തുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ക്യാമ്പുകളിലേക്ക് മാറണം. അതിന് വീട്ടിൽ തന്നെ ഇരിക്കാൻ ആരും തയ്യാറാകരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതിന് മഴ തുടരുകയാണ്. വരും മണിക്കൂറിലും മഴ ഇതേ രീതിയിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ തുടർന്നാൽ വലിയ പ്രതിസന്ധിയാകും എന്നാണ് വിലയിരുത്തുന്നത് ഗൂഗിൾ. എറണാകുളത്ത് യെല്ലോ അലർട്ട് ആണെങ്കിലും അതിശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുലർച്ചെ മുതൽ ലഭിക്കുന്നത്. ഇന്നലെയും ശക്തമായ മഴ തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇനി കോഴിക്കോടേക്കാണ് സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ്, വടക്കൻ കേരളത്തിൽ ഓറഞ്ച് അലർട്ടാണ് 4 ജില്ലകളിൽ. എന്താണ് അവിടുത്തെ ഒരു മഴയുടെ സാഹചര്യം? ഗൂഗിൾ, ഒരു ഇടവേളയ്ക്ക് ശേഷം മലബാറിലും കനത്ത മഴ തന്നെയാണ് ലഭിക്കുന്നത്. പ്രധാനമായും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള, അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ള മേഖലയിലെല്ലാം തന്നെ കനത്ത മഴ ലഭിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ മലയോര മേഖലയിലാണ് കനത്ത മഴ. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ തുടരുന്നുണ്ട്. എന്നാൽ കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ നഗരമേഖലയിലേക്ക് വരികയാണ് എങ്കിൽ ഇടവിട്ടുള്ള മഴയാണ് ലഭ്യമാകുന്നത്. ഇന്ന് പുലർച്ചെ വരെ ശക്തമായ മഴ ഉണ്ടായിരുന്നുവെങ്കിലും നഗരമേഖലയിൽ ഇപ്പോൾ മഴയ്ക്ക് ഒരു ശമനമുണ്ട്. ഇടവിട്ട് മാത്രമാണ് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കോഴിക്കോട് കുറ്റ്യാടിയിൽ ഇന്നലെ സന്ധ്യയോടുകൂടി ഉണ്ടായിട്ടുള്ള മിന്നൽ ചുഴലി. ആ മിന്നൽ ചുഴലിയിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 4 വീടുകൾ തകർന്നിരിക്കുന്നു. അതിൽ 2 വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ 2 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. അവിടെ നിന്ന് 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ശക്തമായ മിന്നൽ ചുഴലി ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിക്കൊണ്ട് മരങ്ങൾ കടപുഴകി വീഴുകയുമായിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കൂടാതെ വ്യാപകമായിട്ടുള്ള കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ ഇപ്പോഴും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ രീതിയിൽ KECBക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലൈനുകളും അതുപോലെ തന്നെ വൈദ്യുതി പോസ്റ്റുകളും ഒക്കെ ഒടിഞ്ഞു വീണ ഒരു സാഹചര്യമാണുള്ളത്. അവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയുമാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഇന്നേക്ക് 1 മാസം പൂർത്തിയാവുകയാണ്. ആ ഒരു വേളയിൽ ആ മേഖലയിലൊക്കെ തന്നെ മഴ ശക്തമായി തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ മഴ ലഭിക്കുമ്പോൾ ഇനിയും ഉരുൾപൊട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് സർക്കാർ നിയോഗിച്ച പഠന സമിതി തന്നെ അത്തരം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ മഴ കനക്കുമ്പോൾ വലിയൊരു ആശങ്ക വിലങ്ങാട് മേഖലയിലുള്ള ജനങ്ങൾക്കുണ്ട്. അവിടെ ഇപ്പോഴും വലിയൊരു ആശങ്കയിലാണ് ആളുകൾ കഴിയുന്നത്. അവരുടെ പുനരധിവാസം ഉൾപ്പെടെ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ആ ആശങ്ക പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ മഴ കനക്കുമ്പോൾ അവിടെ പലരും ഇപ്പോഴും വാടക വീടുകളിൽ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരം ഒരു സാഹചര്യം കൂടി ഈ മേഖലയിലുള്ളവർക്കുണ്ട്. ആ ഒരു ഭീതി കൂടി അവർ പങ്കുവെക്കുന്നു. ഏതായാലും കോഴിക്കോട് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ മഴ ശക്തമായി തുടരുന്നുണ്ട്. നഗരമേഖലകളിൽ ഇപ്പോൾ ഇടവിട്ട് മാത്രമാണ് മഴ ലഭിക്കുന്നത്. ഗൂഗിൾ. ശരി, സമീറും വിഷ്ണു സുരേഷും ഹരികൃഷ്ണനുമാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഏതായാലും കേരളത്തിൽ പരക്കെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ ലഭിക്കുന്നു. വരും മണിക്കൂറുകളിലും ഈ നില തുടരുമെന്നതാണ് മുന്നറിയിപ്പ്. ജാഗ്രത പുലർത്തണം എന്നതാണ് നിർദ്ദേശവും വരുന്നുണ്ട്.